സമയം വൈകിട്ട് 4 മണി. വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിന്റെ സംഗീതക്കളരിയായ നെല്ലിക്കുന്ന് ഗേൾസ് സ്കൂളിലെത്തുമ്പോൾ ഒരു സ്കൂൾ ദിനത്തിനു കൂടി അവസാന ബെല്ല് മുഴങ്ങാൻ നേരമെടുത്തിരുന്നു. പാട്ടുകൊണ്ട് മനുഷ്യഹൃദയങ്ങൾക്ക് സ്നേഹം പകർന്ന ആ കലാകാരൻ അപ്പോഴും കുട്ടികൾക്കിടയിൽ പാട്ടിന്റെ പല്ലവി തീർക്കുകയാണ്. ഗേൾസ് സ്കൂളിന്റെ മുറ്റം ഇപ്പോൾ ഓണപ്പാട്ടിന്റെ ലഹരിയിലാണ്. വിഷ്ണുഭട്ടിന്റെ നാവിൽ നിന്ന് സംഗീതം ഒരു പുഴയായി ഒഴുകുമ്പോൾ കുട്ടികൾ അത് ഏറ്റുപാടുകയാണ്. എത്രയോ പാട്ടുത്സവങ്ങൾക്ക് സാക്ഷിയായ മുറ്റത്തെ തൈമരം മെഗാ തിരുവാതിരയുടെ മൂഡിലാണിപ്പോൾ. 110 വിദ്യാർത്ഥികൾ ഒന്നിച്ചണിനിരന്നപ്പോൾ അരികിൽ നിന്ന് വീണ്ടും വിഷ്ണുഭട്ടിന്റെ സ്വരമൊഴുകുന്നു. ചിങ്ങപ്പൂ നിലാവ് തൂകി അത്തത്തിൻ മനം തുടിച്ചു, മാവേലി നാടു വാണിടും കാലം, ചിത്തിരത്തോണിയേറി തകതാളം തുഴഞ്ഞു വന്നു, മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ചിങ്ങപ്പൂ നിലാവ് തൂകി അത്തത്തിൻ മനം തുടിച്ചു, മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ചോദിപ്പൂ ചോദിച്ചു പൂപ്പൊലികൾ പാടണ്ടേ, വൈശാഖം കൂട്ടിനു വന്നേ പൂക്കളിറുക്കാം ഒന്നായി, മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. തുമ്പപ്പൂവേ പൂത്തിരുളേ നാളേക്കൊരു വട്ടിപ്പൂ തരുമോ, ആ കില ഈ കില ഇളങ്കൊടി പൂത്തില പിന്നെ ഞാൻ എങ്ങനെ പൂ തരേണ്ടു, മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ചിങ്ങപ്പൂ നിലാവ് തൂകി അത്തത്തിൻ മനം തുടിച്ചു, ചിത്തിരത്തോണിയേറി തകതാളം തുഴഞ്ഞു വന്നു, മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പൂരാടം പുലരിയിലേറി പൂവട്ടിക കൈകളിലേന്തി പൊന്നാരൻ പുന്നെല്ലരിയും നിറച്ചു വന്നു, ഉത്രാടത്തോണിതെത്തി ഉത്സാഹം കൊടിമേലേറി, തുമ്പപ്പൂ മിഴി തുറന്നു തിരുവോണം പുലർന്നു വന്നേ, വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം, ആപത്തെങ്ങാർക്കും ഒട്ടില്ലതാനും, മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മനുഷ്യരോടെ വസിക്കും കാലം, ആപത്തെങ്ങാർക്കും ഒട്ടില്ലതാനും. കുഞ്ഞുനാള് തൊട്ട് വിഷ്ണുഭട്ടിന് പാട്ട് ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതോടെ പാലക്കാട് ചെമ്പൈ സ്മാരക കോളേജിൽ സംഗീത പഠനത്തിന് ചേർന്നു. പരിപാവനമായ ഈ വിദ്യാലയത്തിൽ ഞാൻ സംഗീതാധ്യാപകനായിട്ട് 26 വർഷം ആയിരിക്കുകയാണ്. 26 വർഷവും സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിൽ കലാവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പലതരം പുതുമകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയെന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. സ്കൂളുകളിൽ സംഗീതമെന്ന തസ്തിക കുറഞ്ഞിട്ടുള്ള ഈ കാലത്ത് ഈ ഒരു സംഗീതമെന്ന കലയെ ഈ സ്കൂളിലെങ്കിലും പരിപോഷിപ്പിക്കാൻ പറ്റി എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട്. എൻ്റെ സംഗീത അനുഭവങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലത്ത്
വളരെ ചെറുപ്പകാലത്ത് തന്നെ സ്കൂൾ അധ്യാപകരുടെ പ്രോത്സാഹനം കൊണ്ട് അവരുടെ ആ പ്രചോദനം നിമിത്തം മാതാപിതാ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് സംഗീത അഭ്യസനം സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയുണ്ടായി. എൻ്റെ സംഗീത ഗുരുനാഥൻ കുണ്ടോളപ്പിൽ നാരായണൻ ഭാഗവതർ, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒട്ടേറെ ഗാനങ്ങൾ പാടിയിട്ടുള്ള അല്ലെങ്കിൽ സംഗീത നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെ കുറേയേറെ സംഗീതം പഠിക്കാൻ പറ്റിയെന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നിമിത്തമാണ് എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ സംഗീത കോളേജിലുള്ള സംഗീതാഭ്യാസത്തിനുള്ള ഒരു പ്രവേശനം ലഭിക്കുകയും അവിടെ നിന്ന് ഉയർന്ന മാർക്കോടുകൂടി തന്നെ സംഗീത കോളേജിൽ നിന്ന് പാസ്സാവുകയും ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലും അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ SSLC ബാച്ചിലെ അംഗമായിരുന്നു വെള്ളിക്കോത്ത് സ്കൂളിൽ. അങ്ങനെ ആദ്യം അവിടെ തന്നെയായിരുന്നു ഒരു താൽക്കാലിക അധ്യാപകനായിട്ടാണ് അവിടെ തുടക്കം കുറിച്ചത്. അതിനുശേഷം നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ 4-5 വർഷം ഉണ്ടായിരുന്നു. ഇവിടെ ഈ സ്കൂളിൽ ഉണ്ട്. ഈ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ദേശീയ അധ്യാപക അവാർഡ് 2000 കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡും ഗുരുപൂജ അവാർഡും 2010 എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ അവാർഡുകൾ എനിക്ക് ജനങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് ഒട്ടേറെ നല്ല നല്ല അവാർഡുകൾ ലഭിക്കാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായി. അത് എൻ്റെ നാടിൻ്റെ അല്ലെങ്കിൽ ഈ സ്കൂളിലെ കുട്ടികളുടെ പ്രാർത്ഥന ഫലം തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജില്ലയിലെ അറിയപ്പെടുന്ന പാട്ടുകാരനായി വളർന്നത് അതിവേഗമായിരുന്നു. പിന്നീട് കാസർഗോഡിൻ്റെ ഓരോ ചലനത്തിനൊപ്പവും വിഷ്ണുഭട്ടിൻ്റെ പാട്ടുണ്ട്. വിഷ്ണുഭട്ടിൻ്റെ ജനകീയ സംഗീതയാത്ര ഏറെ പ്രശസ്തമാണ്. മാനവികതയുടെ മഹിമ വിളിച്ചു പറയുന്ന ഈ യാത്ര തുടങ്ങിയത് 1993 പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണം. ചേർന്ന് പാടാൻ പറ്റുമോ? പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവലയിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൊന്നിൻ ചിങ്ങത്തിരുവോണം മലയാള മണ്ണിൻ മക്കൾക്കാഘോഷം. ഒളിമിന്നും നെൽക്കതിർ വിളയും പാടും കുഞ്ഞിക്കിളികൾ കാരാമം. പൊന്നിൻ ചിങ്ങത്തിരുവോണം മലയാള മണ്ണിൻ മക്കൾക്കാഘോഷം. ഒളിമിന്നും നെൽക്കതിർ വിളയും പാടും കുഞ്ഞിക്കിളികൾ കാരാമം. തങ്കക്കസവും സ്നേഹസിന്ദൂരവും ശ്രീമംഗലകൾ കവിരാമം. പാദസരങ്ങൾ കൊഞ്ചും വളകൾ ബാലികമാർക്കോ സംഗീതം. രാജ്യത്തിന്റെ മനസ്സ് വർഗീയ സംഘർഷങ്ങൾക്കിടയിൽ അന്താളിച്ചു പോയ സമയത്തായിരുന്നു ഭട്ടിന്റെ സംഗീതയാത്ര തുടങ്ങിയത്. അത് ഇന്നും തുടരുന്നു. നെല്ലിക്കുന്ന് ഗേൾസ് സ്കൂളിൽ സംഗീതാധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന വിഷ്ണുഭട്ട് വെള്ളിക്കോത്ത് സ്കൂളിൽ താൽക്കാലിക അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടായിരുന്നു തന്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിട്ടത്. പാട്ടുകൊണ്ട് വിസ്മയം തീർത്ത ആ കഥ പറയുകയാണ്. മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം.
സുജലാം സുബല മലയജ ശീതള വന്ദേ മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി പുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം മാതരം മാതരം. സംഗീത യാത്രകൾ എന്ന തരത്തിലുള്ള കുറേ പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ തുടങ്ങി വെച്ചത് 1987 അന്നത്തെ ഇ കെ നായനാർ മന്ത്രിസഭയുടെ കാലത്താണ്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളുടെ പ്രചോദനം കൊണ്ട് സംഗീത യാത്രകൾ അതിനൊരു തുടക്കമിട്ടു. അതായത് സംഗീതം ജനങ്ങളിലേക്ക് എത്തുക, ജനങ്ങളുമായിട്ട് സംവദിക്കുക, നല്ല നല്ല സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പകരുക എന്നുള്ള ആശയമായിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ കുറേ 30-ൽ പരം സംഗീതയാത്രകൾ അത് ജില്ലാതലത്തിൽ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു മാസം 120ഓളം വേദികളിൽ, അത് 1995 ജനുവരി മാസം ഒരു മാസം മുഴുവനായിട്ട് സംഗീത യാത്രകൾ നടത്തിയിട്ടുണ്ട്. 87-ൽ നിന്ന് വെച്ചാൽ നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ സംഗീത അധ്യാപകനിരിക്കെയാണ് പരിപാടി നടത്തിയ. അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടിയുള്ള നിധി സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് സംഗീത കച്ചേരി തുടങ്ങിയത്. അതിനുശേഷം മതസൗഹാർദ്ദത്തിന് വേണ്ടിയായാലും സ്ത്രീ പീഡനത്തിന് എതിരായാലും അങ്ങനെ കുറേയേറെ ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടിയിട്ടും സമാധാന സന്ദേശമായിട്ടും ഒട്ടേറെ തെരുവോരങ്ങളിലാണ് കൂടുതൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോഴാണെങ്കിൽ എല്ലാ കലാകാരന്മാരും അതുപോലെ വരുന്നുണ്ട്. അതിൽ എനിക്ക് വളരെയധികം അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. ഇപ്പോഴുള്ള കലാകാരന്മാരും ഇങ്ങനെയുള്ള ഒരു വഴിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഈ സംഗീതയാത്ര കൊണ്ട് കുറച്ചൊരു മെച്ചപ്പെട്ട ഒരു സന്തോഷം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയും ഏറെ സംഗീത യാത്രകൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അതിന് പല സംഘടനകളുടെയും പിൻബലമാണ് ഇതിന് ഏറ്റവും ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള പലതരം വിഭാഗങ്ങളുള്ള ജനങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഒന്നായി കാണുക എന്നുള്ളതാണ് ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ഉള്ളത്. രാഷ്ട്രീയക്കാരിൽ പലവിധത്തിലുള്ള അടിപിടിയോ അല്ലെങ്കിൽ മതസ്പർദ്ധകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കലാകാരന്മാരാണ് ഇതിനെ എല്ലാവരും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള അവരുടേതായ കഴിവ് പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടത്. എൻ്റെ ചെറുപ്പകാലത്തിൽ വളരെയധികം കഷ്ടതകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വളരെയധികം ദരിദ്രപരമായിട്ടൊരു ചുറ്റുപാടായിരുന്നു എൻ്റെത്. ഞാൻ ആദ്യം തന്നെ വീണപ്പൂവേ കുമാരനാശാൻ്റെ വീണപ്പൂവേ ആ ഒരു സിനിമാ ഗാനാണ് ലളിതഗാനായിട്ട് പാടിയിട്ട് ആദ്യം എനിക്ക് ആ ഒരു സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ഗാനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലളിതഗാനത്തിന് പോലും പഴയ സിനിമാ ഗാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. മാഷ് സംഗീതത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ആ മുറിയിലാകെ 7 സ്വരങ്ങൾ നിറയും. പാട്ടിനെ പ്രണയിച്ച് മുന്നേറുന്ന ആ ഗായകന് പാട്ടുതന്നെയാണ് ജീവിതം.
ദേശീയ അധ്യാപക അവാർഡിന് പുറമെ എത്രയെത്ര അംഗീകാരങ്ങളാണ് ഈ പ്രതിഭയെ തേടിയെത്തിയത്. നാടിൻ്റെ മനസ്സ് കലുഷിതമാകുമ്പോഴൊക്കെ വിഷ്ണുഭട്ട് അവർക്കു മുന്നിൽ സ്നേഹത്തിൻ്റെ സുഗന്ധം പുരട്ടും.